ഇന്ന് നമുക്കറിയാം കരാർ വ്യവസ്ഥ എങ്ങനെയാണ് ഒരു കസ്റ്റമറിനെ ചതിക്കുന്നത്. അല്ലെങ്കിൽ കോൺട്രാക്ടർ, ആർക്കിടെക്ട്, ബിൽഡർ ആരാണോ കസ്റ്റമർ ഏൽപ്പിക്കുന്നത് അവരുടെ വീട് വെക്കാൻ, അവര് കരാർ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ് ടൈലിന്റെ മാറ്ററിൽ കസ്റ്റമേഴ്സിന് ഒരു പണി കൊടുക്കുന്നത്. അത് മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ബ്രാൻഡഡ് ഷോറൂമിൽ ഇരിക്കുന്ന ഞങ്ങൾ കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് വരെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സെയിലിന്റെ പകുതി പോലും ഇന്ന് കിട്ടുന്നില്ല. അതിന്റെ ഒരു പ്രധാന റീസൺ ഈ കരാർ വ്യവസ്ഥകളാണ്. ഞങ്ങൾക്ക് മാത്രമല്ല ലോസ്, ഈ കഴിഞ്ഞ 5-6 വർഷത്തിന്റെ ഇടയിൽ വീട് വെച്ച് പല വീട്ടുകാർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീട് കംപ്ലീറ്റ് ആവും, പിന്നെ അത് കഴിഞ്ഞ് ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. വന്ന് നമുക്ക് പിന്നത്തെ കാര്യം പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇതിനെ വിടും. പക്ഷേ ഞങ്ങൾ വിടുന്നില്ല. ഇന്ന് നമുക്ക് ഡീറ്റെയിൽ അറിയാം കരാർ വ്യവസ്ഥയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ ടൈൽസിന്റെ കാര്യത്തിൽ. വെൽക്കം ടു എവി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം, കൊല്ലത്തെ നമ്പർ 1 ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂം. കരാർ എഴുതുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ഒരിക്കലും ടൈൽസ് കണ്ടിട്ടുണ്ടാവില്ല. അപ്പം കരാറിൽ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഹാളിൽ ഒരു 60 രൂപയുടെ ടൈല്, ബാത്റൂംസിൽ ഒരു 35 രൂപയുടെ ടൈൽ ഇട്ട് തരാമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വീട്ടുകാർ ടൈൽസിനെ കുറിച്ച് തിരക്കിയതോ ടൈൽസിന്റെ വില കേട്ടതോ 10 വർഷം മുമ്പായിരിക്കും. ഈ ഒരു സമയത്തെ പ്രൈസസും ഇന്നത്തെ പ്രൈസസും അന്നത്തെ ടൈൽസും ഇന്നത്തെ ടൈൽസും തമ്മിൽ എന്ത് വ്യത്യാസം വന്നു എന്ന് മിക്ക കസ്റ്റമേഴ്സിനും അറിയത്തില്ല. ഈ പറയുന്ന 50 രൂപയുടെ ടൈല് അല്ലെങ്കിൽ 30 രൂപയുടെ ടൈല് സഫീഷ്യൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിലുള്ള എന്തും നമുക്ക് സെലക്ട് ചെയ്യാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് കസ്റ്റമേഴ്സ് ഈ കരാർ ഒപ്പുവെക്കുന്നത്. പക്ഷേ കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞ് ഏകദേശം 6 മാസം കഴിയുമ്പോഴായിരിക്കും ടൈൽസ് എടുക്കേണ്ട പോയിന്റ് വരുന്നത്. ടൈൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴത്തേക്ക് 2 കാര്യമാണ് സംഭവിക്കുന്നത്. ഒന്ന്, കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു, ഇനി അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഓൾറെഡി ലിക്വിഡ് ക്യാഷ് എല്ലാം വീടിനകത്ത് കയറിയിട്ടുണ്ടാവും. ഇനി എങ്ങനെയെങ്കിലും വീട് തീർത്താൽ മതി, ഇനിയും പണം ഇറക്കാൻ അതിനകത്ത് പറ്റത്തില്ല. അതുകൊണ്ട് കരാറിൽ എന്തുണ്ടോ അത് വെച്ച് തന്നെ മുമ്പോട്ട് പോകണമെന്ന് ഉള്ള ഒരു കണ്ടീഷനിലായിരിക്കും കസ്റ്റമർ നിൽക്കുന്നത്. ഈ അവസരത്തിൽ ടൈല് മേടിക്കാൻ പോകുന്ന കസ്റ്റമറിന് കടയിൽ ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് നല്ല ടൈൽ അല്ലെ, ഇഷ്ടപ്പെടുന്ന ടൈലെല്ലാം 70 രൂപയ്ക്ക് മേളിലാണ് റേറ്റ്, അല്ലെങ്കിൽ ബ്രാൻഡഡ് ടൈൽസിന്റെ റേറ്റ് 70 രൂപയ്ക്ക് മേളിലാണ്. പക്ഷേ കരാർ വെച്ച് പോവുകയാണെങ്കിൽ 50 രൂപ കരാറിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ 20 രൂപ കസ്റ്റമർ ഇടണം. അപ്പം 1000 സ്ക്വയർ ഫീറ്റ് ആണ് റിക്വയർമെന്റ് എങ്കിൽ കസ്റ്റമർ ഒരു 20,000 രൂപ 1000 സ്ക്വയർ ഫീറ്റിന് വേണ്ടിയിട്ട് അഡീഷണൽ ഇടേണ്ടി വരും. ക്യാഷ് ട്രാപ്ഡ് ആയതുകൊണ്ടും ഏകദേശം പ്രൊജക്ടിന്റെ എൻഡ് ആയതുകൊണ്ടും ക്യാഷ് ട്രാപ്ഡ് ആവും മിക്ക കസ്റ്റമേഴ്സും. അവർ 50 രൂപയുടെ ടൈൽ വെച്ച് തന്നെ പോകാൻ തീരുമാനിക്കും. അതേസമയത്ത് കരാർ എഴുതുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഒരു ടൈൽ ഷോറൂം വിസിറ്റ് ചെയ്ത് ആ ടൈൽ ഷോറൂമിൽ കയറി ഇഷ്ടപ്പെട്ട ടൈൽസ് ഏകദേശം എന്ത് വിലയ്ക്കുള്ള ആണെന്ന് അറിഞ്ഞ്, ഇനി അത് 70 രൂപ ആണെങ്കിൽ 70 രൂപയ്ക്കൊക്കെ ഏറ്റവും നല്ല ടൈൽസ് 4x2 സൈസിൽ എല്ലാ ബ്രാൻഡിന്റെയും കിട്ടും. ഇൻഫാക്ട് ഒരു 90 റുപ്പീസിലേക്ക് പോയി കഴിഞ്ഞാൽ 160, 80, ഈവൻ കജാരിയുടെ ഒരു 6x4 വരെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ചെറിയ പഠനം കസ്റ്റമർ നടത്തിയിരുന്നെങ്കിൽ കരാർ വെക്കുന്ന സമയത്ത് ഇവർക്ക് ആര് വെച്ചാണോ കരാർ വെക്കുന്നത് അവരോട് സംസാരിക്കാം. അതായത് 50 രൂപയ്ക്ക് ടൈൽ ഇല്ലല്ലോ മാർക്കറ്റിൽ നല്ലത്, പിന്നെ 50 രൂപ വെച്ച് എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും റേറ്റ് എടുത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ കോൺട്രാക്ടേഴ്സ്, ആർക്കിടെക്ട്സ് ആരായാലും അവർ ഈ 50 രൂപ എന്നുള്ള മാറ്റി 70, 90 ആക്കി തരും. കാരണം ഇത് അവർക്ക് ചെയ്യാൻ പറ്റും. ഈ കസ്റ്റമേഴ്സിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ആ പോയിന്റ് എത്തുമ്പോഴാണ് കസ്റ്റമർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഭൂരിഭാഗം കോൺട്രാക്ടേഴ്സും ആർക്കിടെക്ട്സും ബിൽഡേഴ്സും. സോ ബൈ ദ ടൈം ടൈൽ എടുക്കാൻ സമയമാകുമ്പോഴത്തേക്ക് എല്ലാം അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. പിന്നെ ഒന്നെങ്കിൽ കയ്യിൽ നിന്ന് അഡീഷണൽ പൈസ ഇട്ട് ടൈൽ മേടിക്കണം, അല്ലെങ്കിൽ കരാറിനകത്ത് എഴുതിയ വാല്യൂയുടെ ടൈൽസ് മാത്രം എടുക്കാൻ പറ്റും. ഇനി ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ ഇതിനകത്ത് രണ്ടിനകത്തും ഇൻവോൾവ് ആവില്ല, മൊത്തമായിട്ട് ഈ വർക്ക് വിശ്വസിച്ച് അവരുടെ ബിൽഡേഴ്സിനെ അങ്ങ് ഏൽപ്പിക്കും. അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഏത് സിറ്റിയിലും ഭൂരിഭാഗ കടകളിലും 30 രൂപ മുതൽ 35 രൂപയുടെ ടൈൽസ് സുലഭമായിട്ട് ഇപ്പം അവൈലബിൾ ആണ്. ഈ 30ന്റെ 35ന്റെ ടൈലാണ് 50 രൂപ കരാർ എഴുതിയ വർക്കിനകത്ത് മിക്ക കോൺട്രാക്ടേഴ്സും ഇടുന്നത്. എന്ന് പറയുമ്പം ഒരു 15 മുതൽ 20 രൂപ പെർ സ്ക്വയർ ഫീറ്റ് അവർക്ക് അവിടെ തന്നെ ലാഭം ഉണ്ടാകുന്നു. വർക്ക് ചെയ്തതിന്റെ ഇടയിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നികത്താൻ ഈ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ടൈൽസിന്റെ പർച്ചേസ് മാത്രം മതി. അതുകൊണ്ടാണ് ആദ്യം തന്നെ ഇവർ ഈ ഒരു റേറ്റിന് ഇത് കരാർ എഴുതുന്നത്. അതായത് 50 രൂപയുടെ ഹോളും 30 രൂപയുടെ ബാത്റൂമും. സോ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. വീട് വെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കരാർ വെക്കുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ടൈൽസ് കടയിൽ പോയി, അല്ലെങ്കിൽ 2-3 ടൈൽസ് കടയിൽ പോയി നല്ല രീതിയിൽ ഇഷ്ടമുള്ള ടൈൽസ് മേടിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ സെലക്ട് ചെയ്ത് എസ്റ്റിമേറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടും കരാറിൽ നമുക്ക് എന്ത് വാല്യൂ ആണ് ടൈൽസിന്റെ കൊണ്ടുവരേണ്ടത്. ആ ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആ സമയത്ത് ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് നല്ലൊരു ടൈൽസ് നമ്മുടെ വീടിന്റെ എല്ലാ ഭാഗത്തും നല്ല ആഗ്രഹത്തോടെ ആണ് ഓരോ മെറ്റീരിയൽസ് മേടിക്കുന്നത്. പക്ഷേ വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു പോയിന്റും നമ്മൾ ഡെയിലി നടക്കുന്ന ഒരു പോയിന്റും നമുക്ക് ആഗ്രഹിക്കുന്ന ടൈൽസ് പലപ്പോഴും കിട്ടാതെ പോകുന്നത് ഈ ഒരു കുഴപ്പം കൊണ്ടാണ്. അപ്പം ഇനിയും
വീട് വെച്ചുകൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ ഇപ്പം വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇന്ന് തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു 3-4 ഷോറൂം എങ്കിലും നിങ്ങൾ സന്ദർശിക്കണം. ടൈൽസിന്റെ റേറ്റ് എടുക്കണം. കരാർ എഴുതുമ്പോൾ വ്യക്തമായിട്ട് കമ്പനിയും സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് കരാർ എഴുതിക്കാൻ പറ്റണം. ഞാൻ കമ്പനിയിൽ നിന്ന് എടുത്തു പറയാൻ കാരണം ഇപ്പം കജാരിയ പോലത്തെ കമ്പനിക്ക് പോലും 55 രൂപ മുതൽ ടൈൽസ് ഉണ്ട്. സൊമാനി പോലത്തെ കമ്പനീസിന് ഒഫീഷ്യലി 50 രൂപ 45 രൂപ വരെ സൊമാനിക്ക് ടൈൽസ് ഉണ്ട്. ഇനി ഈ ടൈൽസിനകത്ത് ടെക്നിക്കലി എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അത് ഡെഫിനറ്റ്ലി അൺബ്രാൻഡഡിനെക്കാട്ടിലും നല്ല ടൈൽസ് ആയിരിക്കും. അതേപോലെ നിങ്ങൾക്കും അഭിമാനത്തോടെ വീട്ടിൽ ബ്രാൻഡഡ് ടൈൽസ് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ പലപ്പോഴും എല്ലാ കസ്റ്റമേഴ്സും വിചാരിക്കുന്ന ബ്രാൻഡഡ് ടൈൽസിലെല്ലാം എക്സ്പെൻസീവ് ടൈൽസ് മാത്രമേ ഉള്ളൂ. അതൊരു ധാരണയാണ്, ആ ഒരു തെറ്റിദ്ധാരണയാണ് പല കോൺട്രാക്ടേഴ്സും ചൂഷണം ചെയ്യുന്നത്. അതായത് ആ വലിയ കടയിലോട്ട് പോകേണ്ട, അവിടെ എല്ലാം എക്സ്പെൻസീവ് ടൈൽസ് ആണ്. ശരിക്കും അങ്ങനല്ല. അൺബ്രാൻഡഡ് ടൈൽസ് അല്ലെങ്കിൽ ബഡിംഗ് ബ്രാൻഡ്സ് എന്ന് പറയും. അത് ബഡിംഗ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് ചെറിയ ബ്രാൻഡ്സ് ആണ്, പക്ഷേ വളരെയധികം 2 വർഷത്തിനുള്ളിൽ വലിയ ബ്രാൻഡ് ആകാൻ പോകുന്ന കുറേ കമ്പനീസ് ഉണ്ട്. അവരുടെ മെറ്റീരിയൽസിലെല്ലാം 4x2 ഒക്കെ ബിറ്റ്വീൻ 45 to 50 റെഡിലി അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അങ്ങനത്തെ മെറ്റീരിയൽസ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് കരാറിലേക്ക് വരാവൂ എന്ന് ഈ എപ്പിസോഡിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.